മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ ഒരു കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സ്വർഗീയ സമ്മാനം, കുടുംബം ഒന്നിച്ച് മാലാഖമാരുടെ കൈകോർത്ത് പിടിച്ച് മക്കളെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനുള്ള ഒരു ചെറിയ പ്രയാണം, ഒരു ചെറിയ പരിശ്രമം, അതാണ് മധുരമൊഴി. നമ്മെ സഹായിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് ഏഞ്ചൽസ് ആർമി കുടുംബത്തിൽ നിന്നും പ്രിയപ്പെട്ട ബിനു ചേട്ടനും സിരി ചേച്ചിയുമാണ്. ഇവർ അണക്കരയിൽ നിന്ന് വരുന്നു, നമ്മുടെ പ്രശസ്തമായ ധ്യാനകേന്ദ്രത്തിന് അടുത്ത് നിന്ന് വരുന്നു. ചേട്ടൻ ഗ്രാഫിക് ഡിസൈനറാണ്, ചേച്ചി ടീച്ചറാണ്, ഹയർ സെക്കൻഡറി ടീച്ചറാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പം ഇന്ന് ആദ്യമായിട്ട് ഹോട്ട് സീറ്റിലെത്തിയിരിക്കുന്ന ഒരു പുതുമുഖ കഥാപാത്രമാണ് പ്രിയപ്പെട്ട റേച്ചേട്ടനാണ്. റേച്ചേട്ടനും സോഫി ചേച്ചിയും ഒന്ന് ചേർന്ന് ഈ സീറ്റിൽ പല പ്രാവശ്യം ഇരുന്നിട്ടുള്ളതാണ്. റേച്ചേട്ടനെയും സ്നേഹപൂർവ്വം മധുരമൊഴിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചേട്ടൻ തിരുവനന്തപുരംകാരനാണ്, ഒരു കമ്പനിയിൽ ഓഫീസറായിട്ട് ജോലി ചെയ്യുന്നു. ഞാനൊരു ചെറിയ എൻ്റെ തന്നെ വ്യക്തിപരമായൊരു സംഭവം പറഞ്ഞു തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു മാർച്ച് മാസത്തിൽ മധുരമൊഴിയുടെ തന്നെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു, എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയ്ക്കായിട്ട് ഒരുങ്ങാം. പരീക്ഷയുടെ തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ നമ്മൾ കാണിച്ചൊരു എപ്പിസോഡായിരുന്നു. വളരെ നല്ലൊരു എപ്പിസോഡായിട്ട് കുറേ കുഞ്ഞുങ്ങൾക്ക് അത് പഠിക്കാൻ ഉപകാരപ്പെട്ടെന്ന് കേട്ടു. അതേ സമയത്ത് തന്നെ ഞാനും പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്ത് വിദേശത്ത് ഒരു യൂണിവേഴ്സിറ്റി പഠിക്കാൻ പോകാൻ വേണ്ടി ടോഫൽ, IELTS പറയുന്നുള്ള ടോഫൽ പഠിക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ പല സ്കൂളുകളിലും പരീക്ഷ ഒരുക്ക ധ്യാനം നടത്താൻ വേണ്ടി പോയി. അപ്പോൾ ഇത് മധുരമൊഴിയുടെ എപ്പിസോഡ് കൊണ്ട് കുറേ പേരൊക്കെ വിളിച്ചു, ഇനി എങ്ങനെ പഠിക്കാൻ സഹായിക്കട്ടെ, കുറേ ടിപ്സൊക്കെ പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല സുഖമാണല്ലോ പഠിക്കാനായിട്ട്. ആ ദിവസങ്ങളിൽ ഞാൻ എൻ്റെ പഠിത്തം തുടങ്ങിയത്. അപ്പോൾ പഠിക്കാനായിട്ട് എല്ലാവരും സഹായിച്ച് എനിക്ക് സ്വാഭാവികമായി പഠിത്തം എളുപ്പമായിരിക്കണമല്ലോ. ഞാൻ പറഞ്ഞതും മറ്റുള്ളവർ പറഞ്ഞു കേട്ടതുമായ എല്ലാ ടൂൾസൊക്കെ വെച്ചാണ് ഞാൻ പഠിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് നേരത്തെ പഠിക്കാൻ വേണ്ടി ഇരിക്കും. പഠിക്കുന്നതിന് മുമ്പ് ബൈബിൾ വായിക്കും, പരിശുദ്ധാത്മാവിൻ്റെ ജപം ചൊല്ലും. പിന്നെ എനിക്ക് 4 സബ്ജക്റ്റാണ് ഉണ്ടായിരുന്നത്. 4 സബ്ജക്റ്റ് 4 വിശുദ്ധർക്ക് കൊടുത്ത് അവർ പ്രത്യേക മാധ്യസ്ഥം വഹിക്കും. 90 സംഗീതത്തെ ഇടയ്ക്കൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കും. അങ്ങനെ കുറേ സ്പിരിച്വൽ ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഇടവക എന്നിട്ടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കാൻ പോയിക്കൊണ്ടുവന്നത്. അപ്പോൾ ഇടവക്കാരെ പറയും, അച്ഛൻ ഇതൊക്കെ എന്ത്, ഒന്നുമില്ല, എല്ലാവരും പഠിക്കാൻ സഹായിക്കുന്ന ആളല്ലേ. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ ടെൻഷൻ കൂടുതലാണ്. അറിയാം, നമ്മളെങ്ങാനും തോറ്റാണല്ലോ പ്രശ്നമാകാൻ പോകുന്നത്. അപ്പോൾ അവസാനം ഈ ടോഫൽ എക്സാമിൻ്റെ ഡേറ്റ് വന്നു. ഭയങ്കര കോൺഫിഡൻസോടെ ഭയങ്കര പ്രെയർഫുള്ളായിട്ട് രാവിലെ കുത്തിയിരുന്ന് പഠിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ എക്സാം എഴുതാൻ വേണ്ടി പോയി. അവിടെ ചെന്നിട്ട് എല്ലാവരും ഭയങ്കര ആഷ്പോഷ ആൾക്കാരെ കണ്ടപ്പോൾ നമ്മുടെ പകുതി കോൺഫിഡൻസ് ഇടിഞ്ഞു പോയി. അപ്പോൾ ടോഫലിൻ്റെ എക്സാം പേഴ്സൺ ടു പേഴ്സൺ അല്ല, കമ്പ്യൂട്ടർ ടു പേഴ്സൺ ആണ്. അപ്പോൾ അതിങ്ങനെ സ്ക്രീനിൽ ക്വസ്റ്റ്യൻ വരും, നമ്മൾ എഴുതിയാലും പറഞ്ഞാലും ഇല്ലെങ്കിലും അത് പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 4 മൊഡ്യൂളുണ്ട്. ആദ്യത്തെ റീഡിംഗ് ആയിരുന്നു. റീഡിംഗ് ഒക്കെ ഞാൻ 8 തലേ പൊളിച്ചു. അപ്പോൾ തന്നെ കോൺഫിഡൻസിലുള്ള ഇടിഞ്ഞിടിഞ്ഞ് താഴെ പോയി. അത് കഴിഞ്ഞ് റൈറ്റിംഗ് ആയിരുന്നു. റൈറ്റിംഗ് ഞാൻ ഒരുവിധം ഒപ്പിച്ചെഴുതി സമയത്ത് എഴുതി തീർത്ത്. പിന്നെ 10 മിനിറ്റ് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ബ്രേക്കിൻ്റെ സമയത്ത് ഞാൻ വിശന്നിരിക്കാതിരിക്കാൻ വേണ്ടി ആശ്രമത്തിൽ നിന്ന് വെല്ലിച്ചന്മാരെനിക്ക് ബ്രെഡിനകത്ത് മുട്ടയൊക്കെ പൊരിച്ച് വെച്ച് ഏത്തപ്പഴമൊക്കെ കൈ പൊതിഞ്ഞാന്ന് വിട്ടത്. ഞാൻ തുറന്നു നോക്കാൻ പോലും പോലെ ജീവനില്ല, കാരണം അതുപോലെ ടെൻഷനും ആദ്യമൊക്കെ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് സ്പീക്കിങ്ങിന് കയറിയിട്ട് അവർ ആഷ്പോഷ് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു. ഞാൻ ആഷ്പോഷ് ചോദിച്ചതൊക്കെ പറഞ്ഞു വന്നു. പറഞ്ഞതൊക്കെ ഏതോ വഴിക്ക് പോയി, മൊത്തത്തിൽ പൊളിഞ്ഞു പോയി. ഞാനിങ്ങനെ മനസ്സിലൊക്കെ എഴുതി അവസാനത്തെ മീഡിയോയിൽ എന്താന്ന് പോലും ഞാൻ ശരിക്കും ഇത് ഓർക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക, ദൈവം പരീക്ഷ എടുക്കുന്ന ആലോചിക്കുക, പുറത്തിറങ്ങുമ്പോൾ എന്തൊരു നാണക്കേടാ. എല്ലാവരും ഇങ്ങനെ A+B എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ പരീക്ഷയ്ക്ക് ജയിക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവസാനം പൊട്ടി തകർന്നു പോകും. അപ്പോൾ പരീക്ഷ കൂടി നിന്നൊക്കെ ഇറങ്ങി ഓർമ്മയൊക്കെ എനിക്കുണ്ട്. ഞാനിങ്ങനെ ഒരു ഓട്ടോയ്ക്ക് കൈ കാണിച്ചതും ഞാൻ സ്ഥലപ്പേര് പറഞ്ഞു. ഞാൻ ആ ഓട്ടോയിൽ ഇങ്ങനെ കരയാറൊക്കെ ആയി. മനസ്സിലാലോചിക്കുന്ന വഴി നാണക്കേടിൻ്റെ ആലോചനയാണ്. എല്ലാവരും ഇങ്ങനെ ഫേസ് ചെയ്യും. എല്ലാവരും പരീക്ഷയ്ക്ക് ഒരുക്കിയ ആൾ 8 തല പൊട്ടിയിട്ട് തിരിച്ചെന്ന അവസ്ഥ തന്നെ. ഞാനിങ്ങനെ ആലോചിക്കുക, വീണ്ടും എങ്ങനെ നാണം കെട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വീണ്ടും പഠിക്കാൻ വേണ്ടി പോകും. സെമിനാർ അച്ഛൻ്റെ ഇത് വീണ്ടും അങ്ങനെ പൈസ ചോദിക്കും. പരീക്ഷയ്ക്ക് തോറ്റുപോയില്ലേ, വീണ്ടും പൈസ അടയ്ക്കണമല്ലോ. അങ്ങനെ പല നാണക്കേടിലും മുമ്പേ കൊണ്ട് ഞാൻ നടക്കുക. അപ്പം അന്നേരം റേച്ചേട്ടനൊക്കെ എന്നെ കാണാം. റേച്ചേട്ടനും നമ്മുടെ പ്രിയപ്പെട്ട ഡേസിയാൻ്റെ കൂടെ എന്നെ കറങ്ങാൻ കൊണ്ടുപോകും. തിരുവനന്തപുരം സിറ്റി കറക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ ചെയ്തേക്കുവാണ്. ഞാൻ തിരുവനന്തപുരത്ത് എക്സാം എഴുതാൻ വന്നതുകൊണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടി വന്നു. ഞാനിവരുടെ കൂടെ വണ്ടിയിരുന്ന് എവിടേക്കോ പോയി. ഞങ്ങൾ ഒരുമിച്ച് കുർബാനയൊക്കെ ചെല്ലി. എല്ലാം എനിക്ക് ഗാഗുലത്തെയായിരുന്നു. അവസാനം ഡേസിയാൻ്റെ കൂടി പോരുന്നുണ്ടായിരുന്നു. ഇവിടെ ഞാൻ കോട്ടയത്തേക്ക് ട്രെയിനിലിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, ആൻറ്റി എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ ചിരിക്കുന്നോ കരയുന്നോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നാണക്കേടാണ് മനസ്സിൽ മുഴുവൻ. പിന്നെ തമാശ കിടക്കി ചിന്തിച്ചു, സ്വർഗത്തിൽ എന്ത് കോമഡി ആയിരിക്കും. ഇപ്പോൾ ഞാൻ പർട്ടിക്കുലർ 4 വിശുദ്ധന്മാരെ, കുപ്രത്തീനോ, ജോൺ ബിയാനി, വിശുദ്ധ റോസ, പിന്നെ എൻ്റെ തന്നെ സ്വന്തം വിശുദ്ധനായ ഫ്രാൻസിസ് സേവർ, ഈ 4 പേരാണ് 4 സബ്ജക്റ്റ് ഏൽപ്പിച്ചത്. ഇപ്പോൾ ഈ 4 പേരെയും കൂടെ സ്വർഗത്തിൽ കളിയാക്കി കൊല്ലുമായിരിക്കും ബാക്കി വിശുദ്ധന്മാർ. ആ പാവം കൊച്ചിന് നിങ്ങൾ വഴിയാതാറാക്കിയില്ല, അവർക്ക് എത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ. ഞാനിങ്ങനെ കുറേ തമാശ ഒരു വശത്തുണ്ട്, മറുവശത്ത് നിരാശയുണ്ട്. ഇങ്ങനെ പോകുന്നതോടെ അവസാനം നമ്മുടെ ഏഞ്ചൽസ് ആർമി വേണ്ടി കോർഡിനേറ്ററായ പ്രീത ചേച്ചിയുടെ ഫോൺ വന്നു. അപ്പോൾ പരീക്ഷ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് എല്ലാവരും കനത്ത പ്രാർത്ഥന, അച്ഛനെ ജയിപ്പിക്കാൻ പറഞ്ഞുകൊണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞ പരീക്ഷയൊക്കെ വളരെ മനോഹരമായിട്ട് ഞാൻ ബോറാക്കിയിട്ടുണ്ട്. റിസൾട്ട് പിന്നെ ആരും അറിയത്തില്ല. റിസൾട്ട് അവരെനിക്ക് മെയിൽ അയച്ച് തരത്തേ ഉള്ളൂ. പബ്ലിക്കായിട്ട് ഒന്നല്ലേ അറിയത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു സമാധാനമുണ്ട്. അപ്പോൾ ചേച്ചി പറഞ്ഞൊരു സാഹചര്യം ഇപ്പോൾ ഓർക്കുന്നുണ്ട്. അച്ഛാ കാര്യം കൈവിട്ട് പോയി. ഇനി ഒറ്റ കാര്യമേ ഉള്ളൂ, നന്ദി പറഞ്ഞു. പരീക്ഷയ്ക്ക് മുമ്പ് നമുക്ക് ചെയ്യാവുന്ന പഠിച്ചു, പ്രാർത്ഥിച്ചു, നമുക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തു. നന്നായിട്ട് നന്ദി പറഞ്ഞോളൂ. ഒരു 10-14 ദിവസം മുമ്പ് റിസൾട്ട് വന്നപ്പോൾ ഏറ്റവും അത്ഭുതകരം എന്ന് പറയുന്നത് ഞാൻ പാസ്സായി. ഒന്നാമത്. രണ്ടാമത്തെ അത്ഭുതം, ഞാൻ ഏറ്റവും പൊളിച്ച് കളഞ്ഞ സ്പീക്കിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത്. എങ്ങനെ വന്നാൽ പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, കർത്താവ് കനിവ് കാണിച്ചതല്ല, വേറെ പറയാനില്ല. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ മധുരമയുടെ എപ്പിസോഡും പഠിത്തം തന്നെയാണ്. പക്ഷേ പഠിത്തത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിക്കാൻ സഹായിക്കാം, വലിയവരുടെ കാര്യമല്ല. നമ്മൾ അന്ന് പരീക്ഷയുടെ എപ്പിസോഡ് ചെയ്ത് വലിയവർക്ക് വേണ്ടിയുള്ളതായിരുന്നു. കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെ നമുക്ക് പഠിക്കാൻ സഹായിക്കാം? ദൈവത്തിൻ്റെ പ്രത്യേക കൃപകൾ മേടിച്ചും മാലാഖമാരുടെ അകമ്പടി മേടിച്ചും വിശുദ്ധരുടെ കൂട്ടുപിടിച്ചുമെല്ലാം പ്രത്യേകം 4ാം ക്ലാസ് വരെയൊക്കെയുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ എങ്ങനെ പഠിക്കാനായിട്ട്, കാരണം ഇതൊരു വലിയ ബേർഡൻ്റെ ലോകമാണ്. ഞാൻ സങ്കടത്തോടെ നോക്കിക്കുന്ന കാര്യമാണ്. പള്ളിയിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് വല്യമ്മച്ചിമാർ വലിയ ബാഗൊക്കെ തൂക്കി വൈകുന്നേരം പിള്ളേരെ കൊണ്ട് ട്യൂഷന് പോകുന്നു. കുഞ്ഞു പൊടി കൊച്ചാ സ്കൂളിൽ നിന്ന് വന്ന വഴി അതിനെ അടുത്ത് ട്യൂഷൻ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ഈ പാവപ്പെട്ട് വല്യമ്മച്ചമാരൊക്കെ ട്യൂഷൻ ക്ലാസ്സിൻ്റെ വാതിലേക്ക് ഇങ്ങനെ കുത്തിയിരിക്കുന്നുള്ള സങ്കടം വരുന്നത് നമുക്ക്. അപ്പം അത്രയും ഒരു കൺസേണും ബേർഡനുമുള്ള സമയമാണ് കൊച്ചു പിള്ളേർ പഠിപ്പിച്ചെടുക്കാൻ. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ടീച്ചറുണ്ട്, 3 മക്കളുടെ അപ്പനുണ്ട്, 4 മക്കളുടെ അപ്പനുണ്ട്. അപ്പോൾ നമുക്ക് ഇവരോട് എങ്ങനെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കാം, ദൈവത്തോടൊപ്പം ഇരുന്ന് പഠിപ്പിച്ചെടുക്കാൻ ചോദിച്ചു തുടങ്ങാം. അപ്പോൾ ടീച്ചറിൽ തന്നെ നമുക്ക് തുടങ്ങാം. ഞാൻ ടീച്ചർ എന്നുള്ളതിനേക്കാളും അമ്മയെന്ന് പറഞ്ഞ് തുടങ്ങാം. തുടങ്ങിയോളൂ, കുഴപ്പമില്ല. ഇപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്ന് പറയുന്ന ആദ്യം നമുക്ക് എന്തായാലും ക്ഷമ വേണം. അത് കാരണം പലപ്പോഴും എക്സ്പീരിയൻസ്, ക്ഷമയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അപ്പം അത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ക്ഷമയില്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ ഞാൻ തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ അല്ല, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതുപോലെ സമയം എടുക്കേണ്ട. അതെ, സമയം എടുത്ത് പറഞ്ഞു കൊടുത്ത് അവർ മനസ്സിലാക്കാനും അവർ അതിൽ ഒത്തിരി കാര്യത്തിൽ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുമല്ലോ. പിന്നെ ഞങ്ങൾ ചെയ്യാറുള്ളൊരു കാര്യം, ആദ്യം അവർക്ക് ആ വിശ്വാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈശോ അനുഗ്രഹിക്കും, ഈശോയിൽ നിന്ന് പഠിക്കാൻ പറ്റുമെന്ന് വിശ്വാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ കുഞ്ഞൊരു കാര്യം ചെയ്യാറുള്ളത്, ഇവരുടെ പാഠപുസ്തകത്തിലെ എല്ലാ പുസ്തകങ്ങളിലും അകത്തെ പേജിൽ നെയിം സ്ലിപ്പ് കാണുമായിരിക്കും. പക്ഷെ അകത്തെ പേജിൽ ഏതെങ്കിലും ഒരു വിശുദ്ധൻ്റെയോ കാവൽ മാലാഖയുടെയോ അങ്ങനെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വയ്ക്കും. അപ്പം ഇത് ഭയങ്കര പ്രയോജനമാണ് കുഞ്ഞുങ്ങൾക്ക്. നമ്മൾ അതൊന്ന് കാണാനും ഒന്ന് സ്കൂളിലിരിക്കുമ്പം ഒന്ന് ഓർക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കക്ഷികളൊക്കെ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ളത്, നമ്മുടെ കൂട്ടുണ്ടെന്നുള്ളത്. കൂട്ടുണ്ടെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഈ സമയത്തൊക്കെ നെയിം സ്ലിപ്പുകൾ ആണെങ്കിൽ പോലും അകത്തെ പോസ്റ്ററൊക്കെ ആണെങ്കിൽ പോലും എപ്പോഴും ഒട്ടിക്കുന്നത് ബാറ്റ്മാൻ്റെയോ അല്ലെങ്കിൽ സൂപ്പർമാൻ്റെയോ അല്ലെങ്കിൽ ഈ നമ്മുടെ കാർട്ടൂൺ ഹീറോസിന്റെ പടങ്ങളോ ഫിലിം സ്റ്റാർസിന്റെ ഒക്കെയാണ്. അപ്പോൾ അത് വേറൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആത്മീയ കാര്യങ്ങൾ കൊണ്ട് അവർ പുസ്തകം നിറയ്ക്കുക ആദ്യം അതൊരു എഫക്റ്റീവായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, കുഞ്ഞൊരു ദിവസം LKG പഠിക്കുന്ന സമയത്ത് ടീച്ചേഴ്സ്, ഒത്തിരി കുട്ടികളുണ്ടാവുമല്ലോ, ഇവരെ ഒന്ന് അടക്കിയിരുത്തണ്ടേ ഒരു സമയത്ത്. അപ്പം ആ സമയത്ത് ടീച്ചേഴ്സ് പറയും, ബഹളം ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്റ്റലുണ്ട്, ഇനി ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹോസ്റ്റലിലേക്ക് വിടുമെന്ന് പറയും. അപ്പൊ ഇത് കേട്ട് കഴിയുമ്പോഴത്തേനും മൂത്ത കൊച്ചിന് ആകെ വിഷമമാവും. അപ്പൊ അവളിരുന്ന് കരയും. അപ്പം എന്താണേലും ഹോസ്റ്റലിൽ പോകാൻ അവർക്ക് വിഷമമാണ്. അപ്പം അതുകൊണ്ട് എന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആദ്യം കാണുന്ന ആ ബുക്ക് തുറന്നു വെച്ചിട്ട് അതിനകത്ത് കണ്ടിരിക്കുന്ന ഈശോയുടെ സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടാവും. ആ സ്റ്റിക്കറിൽ നോക്കി ഇങ്ങനെ ടീച്ചർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവൾ അവത്തെ നോക്കിയിരുന്ന് ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് ഹോസ്റ്റലിൽ പോകണ്ട, എനിക്ക് ഇവിടെ തന്നെ ഇരുന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് അവൾ അതിൽ നോക്കിയിരുന്ന് കരഞ്ഞു. ഈശോയെ നോക്കിയിരുന്ന് കരഞ്ഞു. അപ്പം കരഞ്ഞ് ആ സ്റ്റിക്കർ കണ്ണീരുകൊണ്ട് നനഞ്ഞെന്നാണ് അവൾ പറഞ്ഞത്. അപ്പൊ അത്ര നനഞ്ഞ് എന്താണേലും അത് കഴിഞ്ഞ് തിരിച്ച് ടീച്ചറിനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ഇവള് പറഞ്ഞു, എന്നാണെങ്കിലും ഹോസ്റ്റലിൽ വിട്ടില്ല, മര്യാദയ്ക്ക് ഇരുന്നോളാൻ പറഞ്ഞു. അവള് എക്സ്പ്ലെയിൻ ചെയ്തത് ഒരു അത്ഭുതം ഉണ്ടായി. കാരണം ഞാൻ എഴുതി തീർന്നില്ല, പക്ഷെ എന്നെ ഹോസ്റ്റലിൽ വിട്ടില്ല. കാരണം എന്റെ കണ്ണുനീർ ഈശോയുടെ സ്റ്റിക്കറെ വീണപ്പം ഈശോ അത്ഭുതം സംഭവിപ്പിച്ചു. എന്നെ ഹോസ്റ്റലിൽ വിടാതെ തിരിച്ചു വന്നു. തൊട്ടടുത്ത് ഈശോ ഉണ്ടെന്നും ഈശോ അത്ഭുതം ചെയ്യുന്ന കർത്താവാണെന്നും കുഞ്ഞുമക്കളുടെ ഹൃദയങ്ങളിൽ അങ്ങ് പതിപ്പിച്ചു വെക്കുക. അതെ, സ്റ്റിക്കർ ഒട്ടിക്കുന്ന പോലെ ഹൃദയത്തിൽ ഒട്ടിച്ചു വെക്കുക. കൊള്ളാം. ഇപ്പൊ അല്ലാതെ ഇപ്പൊ പഠിക്കുന്ന സമയത്ത് ഇപ്പോ 2ാം ക്ലാസ്സിലാണ് മൂത്താൾ പഠിക്കുന്നത്. ഇപ്പോൾ അടുത്ത ആൾ LKG. അപ്പോൾ ഓരോരുത്തരെയും ഞങ്ങൾ കമ്പയർ ചെയ്യാറില്ല ഒരിക്കലും. ഇപ്പൊ അവള് ചെയ്യുന്ന ഇപ്പൊ സ്കൂളിലാണെങ്കിലും ഞാൻ ഒത്തിരി ഫീൽ ചെയ്തിരിക്കുന്ന പല കുഞ്ഞുങ്ങളും ഷെയർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പനാണേലും അമ്മയാണേലും കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ആ ദൈവം കൊടുത്തിരിക്കുന്ന ആ യുണീക് ക്വാളിറ്റീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ അവരെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ
ഇപ്പം ഞങ്ങളെല്ലാവരും, അതായത് ഒരാൾ പഠിക്കുകയാണെങ്കിൽ അയാളിപ്പോൾ ഒരു സ്പെല്ലിംഗ് പഠിച്ചു, ഇപ്പോൾ ഡെസ്ക് കയറ്റി നിർത്തി പറയിപ്പിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ഇരുത്തി ഇങ്ങനെ അങ്ങനെ ഒരു ട്രഡീഷൻ ആയിട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ കുഞ്ഞിന്. അപ്പോൾ അങ്ങനെ ഡെസ്ക് കയറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു ടെക്നിക്കാണ്, ടെക്നിക്ക് നിർത്തുന്ന പോലെ. അപ്പോൾ അല്ലെങ്കിൽ ഒരു കട്ടില കയറി നിർത്തിയിട്ട് അവർ കറക്റ്റ് പറഞ്ഞെങ്കിൽ ഞങ്ങളെല്ലാം കൈ അടിക്കും, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യും, എന്തെങ്കിലും ഒരു സിഗ്നൽ. ഡാൻസ് ചെയ്യോ? ചെയ്തിട്ടുണ്ട് പല സമയത്ത്. ഇല്ലെങ്കിൽ ആ സമയത്ത് ഇപ്പൊ തെറ്റാ ചെയ്യുന്നെങ്കിൽ അവരാ പഠിച്ചേക്കുന്ന കാര്യം അല്ല കൃത്യമല്ലെങ്കിൽ ഞങ്ങൾ ബാക്കിയുള്ളവരെല്ലാരും മിണ്ടാതിരിക്കും, സൈലന്റ് ആയിരിക്കും. അപ്പൊ ആ സമയത്ത് അവർക്കറിയാം ഞങ്ങൾ ചെയ്തേക്കുന്ന തെറ്റാണെന്ന്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയൊരു മെത്തേഡാണ് പഠിക്കുമ്പോൾ പിള്ളേർക്ക്, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക്. വേറെ കളിയൊക്കെ ആയിട്ട് പേരൻസ് എല്ലാവരും കൂടി കുടുംബം ഒന്നിച്ചങ്ങ് പഠിപ്പിക്കുക എന്നുള്ളതല്ലേ. അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ കണ്ടിന്യൂസ് ഇരിക്കുമ്പം അവർ ഫുള്ളി ഡിസ്റ്റർബ്ഡ് കളിക്കാൻ പോകണം, അവിടെ പോകണം, പെയിന്റ് അടിക്കണം. അപ്പോൾ ഇതൊന്ന് കുറച്ചൊന്ന് പഠിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റ് വല്ല ബ്രേക്ക് കൊടുത്ത് പിന്നെ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അവർക്കും ബോറടിക്കാറില്ല. അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നമുക്കിനി നമ്മുടെ റൈച്ചേട്ടിലേക്ക് വരാം. റൈച്ചേട്ടാ, എനിക്കിതിനകത്ത് എൻ്റെ ഒരു തിരിച്ചറിവാണ് എനിക്ക് ഇതിനകത്തൊന്ന് ഷെയർ ചെയ്യാനുള്ളത്. ഞാൻ വിവാഹം കഴിഞ്ഞ് ഞങ്ങൾക്ക് മക്കളുണ്ടായി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികളുടെ പഠന കാര്യത്തിൽ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഓവർ കോൺഫിഡൻസ് വന്നത്? ഞാൻ ആക്ച്വലി പിന്നെ ചെറുപ്പത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അധികം എഫേർട്ട് ഇടാതെ അങ്ങനെ വലിയ പഠിക്കുകയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും അത്യാവശ്യം മാർക്കൊക്കെ മേടിച്ച് ജയിച്ചു പോകുന്ന ഒരാളാണ്. അപ്പം ഞാൻ BEd പഠിച്ചു. അപ്പം അതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒന്ന് പറയാമോ? ഞാൻ BSc മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ട് BEd പഠിച്ചു. ഒരു കുറച്ച് നാൾ MCA പഠിച്ചു, പിന്നെ MBA കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഇതാണ് എൻ്റെ ഒരു ഇത്. അപ്പം ഞാൻ അത് ആക്ച്വലി ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ഇപ്പം MCA പഠിക്കുന്ന സമയത്ത് MBA പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഞാൻ നന്നായിട്ട് ട്യൂഷനൊക്കെ എടുത്ത് ഇപ്പം ആൾക്കാരൊക്കെ കാറിൽ വന്ന് വിളിച്ചുകൊണ്ട് പോയി ട്യൂഷൻ എടുപ്പിച്ചുകൊണ്ടിരുന്ന ഭയങ്കര ടീച്ചറാണ്. അപ്പം ഈ ഒരു കോൺഫിഡൻസോട് കൂടിയൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഈ പിന്നെ തകർക്കും. ഇത് നമ്മുടെ മേഖലയാണല്ലോ, അപ്പം നമ്മൾ ചെയ്യാന്നുള്ളൊരു പിന്നെ കോൺഫിഡൻസോട് കൂടിയൊക്കെയാണ് നമ്മൾ വന്നത്. പക്ഷേ മക്കളുടെ പഠന കാര്യത്തിൽ ഇതൊന്നും വർക്കൗട്ട് ആയില്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇത് പിന്നെ ഇങ്ങനെ ചീട്ടുകൊട്ടാരം പോലെ അച്ഛൻ പറഞ്ഞ പോലെ തകർന്ന് നിലത്ത് കീറി പറഞ്ഞു പോയി. ശരിക്കും പറഞ്ഞാൽ അത് എന്നെ ഒരു ദൈവാശ്രയത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരു തിരിച്ചറിവായിരുന്നു എനിക്കത്. കാരണം നമുക്ക് ഏശയ്യ 54:13 പറയുന്ന പോലെ തന്നെ കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും എന്നുള്ളൊരു വചനമാണ്. കർത്താവ് തന്നെ പഠിപ്പിക്കും. നമ്മൾ വലിയ പഠിപ്പിക്കാനൊന്നും നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു അത്ഭുതവും നടക്കാൻ പോകുന്നു. നമ്മൾ എഫേർട്ട് ഇട്ട് കൊടുത്താൽ മാത്രം മതി. എൻ്റെ വൈഫ് സോഫി ഇപ്പം ആ വചനം എഴുതി ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ പ്ലാസ്റ്റിക്കിന്റെ അടിയിൽ ഇത് വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളെ ഓർമ്മിപ്പിക്കാനെന്നുള്ള നിലയിൽ വെച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ കുഞ്ഞിനെ ഇങ്ങനെ സഹായിക്കുമായിരുന്നു പഠിത്തത്തിലല്ലാവേ. അപ്പൊ 3ാമത്തെ പ്രഗ്നൻസിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടെ കൂടെ ഇരുന്ന് അവളെ അങ്ങനെ പഠിപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. പിന്നെ ഡെലിവറി ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും പറ്റില്ല, അപ്പോൾ പഠിപ്പിക്കാനും ഒന്നും പറ്റില്ല. അപ്പോൾ കുഞ്ഞുണ്ടായ കഴിഞ്ഞുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഇവള് 2nd സ്റ്റാൻഡേർഡിലേക്ക് കയറി. ഇപ്പം ഇവളങ്ങ് പതുക്കെ ഭയങ്കരമായിട്ട് പുറകോട്ടായി, സപ്പോർട്ട് കുറഞ്ഞപ്പം. അതുപോലെ അങ്ങ് കരയാൻ തുടങ്ങി. അമ്മയില്ലാതെ പഠിക്കാൻ പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവളങ്ങ് പിന്നെ പഠിക്കാൻ ശ്രമിക്കാറ് പോലും ഇല്ല. പല സമയത്തും ഞാനൊന്ന് സഹായിക്കാമെന്ന് നോക്കിയിട്ടുണ്ട് പഠിപ്പിക്കാനായിട്ട്. അപ്പോൾ റൈച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മളും അതിനകത്ത് പരാജയപ്പെട്ടു പോവുമായിരുന്നു ചെയ്തത്. അപ്പന്മാരെ മൊത്തത്തിലുള്ള ഒരു സങ്കടമാണ് കേട്ടോ. അപ്പൊ അതിലിങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരു സൊല്യൂഷനും ഇല്ല. കുഞ്ഞൊത്തിരി ഇങ്ങനെ പുറകോട്ട് വരുക. അപ്പോൾ ടീച്ചേഴ്സൊക്കെ കംപ്ലൈൻറ്റ് പറയാനും തുടങ്ങി, കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. കാര്യം അവർക്ക് സാഹചര്യങ്ങളൊക്കെ അറിയാമെങ്കിലും അവരും നമ്മളോട് പറയുമല്ലോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറച്ചു നേരം പ്രാർത്ഥിച്ചെടുത്ത് ഒരു തീരുമാനമായിരുന്നു, ഒരു ലെറ്റർ എഴുതാം. ഇവളുടെ ക്ലാസ് ടീച്ചറിന് ഒരു ലെറ്റർ എഴുതാം. ഒരു ലെറ്റർ എഴുതി ക്ലാസ് ടീച്ചറിന് കൊടുക്കാം, ഇന്നതൊക്കെയാണ് ഞങ്ങളുടെ സിറ്റുവേഷൻ. അപ്പം അതായത് 3 കുഞ്ഞുങ്ങൾ, അപ്പം 3ാമത്തെ ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ്. അപ്പം കുഞ്ഞിനെ നോക്കണം. ഇപ്പം ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങി കഴിഞ്ഞ സമയമാണെങ്കിലും തിരിച്ചു വന്നിട്ട് കുഞ്ഞിനെ നോക്കണം. ഇവരുടെ എല്ലാ കാര്യങ്ങളും കഴിയുന്ന സമയമില്ല, അവർക്ക് ഇരുന്ന് പഠിപ്പിക്കാനുള്ള സമയം വളരെ കുറവാണ്. അല്ലെങ്കിൽ അവളുടേത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സമയം. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് ഞങ്ങൾ ലെറ്റർ എഴുതി, വളരെ പോസിറ്റീവായിട്ട് തന്നെ എഴുതി. നിങ്ങൾ 2ാമത്തെ മാതാപിതാക്കളാണല്ലോ, അതായത് അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത്. സെക്കൻഡ് പേരൻസ് അല്ലേ ടീച്ചേഴ്സ് എന്ന് പറയുന്നത്, തകർത്തു. അപ്പം അങ്ങനെ പോസിറ്റീവായിട്ട് തുടങ്ങി ഞങ്ങൾ എഴുതി. ഇതുപോലെ ഒരു സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് കുറച്ച് നാളത്തേക്കെങ്കിലും ഇവളെ ഒത്തിരി അധികം വഴക്ക് പറയണ്ട, നമ്മൾ നന്നായിട്ട് നോക്കിക്കോളാം, കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തോളാം. അപ്പൊ ആ ലെറ്ററാണ് ശരിക്കും
ആ ഒരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അതിൻ്റെ ഒരു പ്രതിഫലം മനസ്സിലാക്കിയത്. കാരണം ആ ലെറ്റർ കിട്ടിയപ്പോൾ ലെറ്റർ ക്ലാസ് ടീച്ചറും വായിച്ചു, അവിടുത്തെ ഇൻചാർജിനെ കാണിച്ചു. എന്നിട്ട് ലെറ്റർ എന്താണെന്ന് മോൾക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ടീച്ചർ ഇങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു, മോൾ ഇനി ഈ ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായിട്ട് ഇനി മോളാ മാറാൻ പോണേന്ന് പറഞ്ഞു. ടീച്ചർ പ്രോത്സാഹിപ്പിച്ചു. ടീച്ചർ അങ്ങ് പ്രോത്സാഹിപ്പിച്ചു. ടീച്ചർ പ്രോത്സാഹിപ്പിച്ചപ്പോൾ പറ്റിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം തൊട്ട് വന്ന് എല്ലാം അങ്ങ് തന്നെ ചെയ്യാൻ തുടങ്ങി. അതുവരെ ഉള്ള നമ്മൾ അവിടെ ഞാൻ ഇടയ്ക്ക് പോവേ ഉള്ളൂ, ഇടയ്ക്ക് നോക്കത്തേ ഉള്ളൂ. കാരണം ഈ ജോലി തിരക്കിന്റെ ഇടയിൽ പോയി ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ഇടയ്ക്ക് പോയാലും അവൾ തന്നെ ചെയ്യാൻ തുടങ്ങി. കാരണം ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അവൾ മിടുക്കിയാകാൻ പോവാണെന്നുള്ളത്. അപ്പോൾ ഒരു 2 മാസങ്ങൾക്ക് ശേഷം ഇതേ ക്ലാസ് ടീച്ചർ, സുമാ മിസ് എന്ന് പറയുമ്പോൾ അവളുടെ ക്ലാസ് ടീച്ചർ വന്നിട്ട് എന്നോട് പറഞ്ഞു, 50-ൽ 50 മാർക്കൊന്നും കിട്ടിയില്ലെങ്കിൽ 40-45 കിട്ടുന്നുണ്ട്. അവള് ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി മാർക്കിനെ കുറിച്ച് ബോധർ ചെയ്യേ വേണ്ട, ഷീ വിൽ ബി ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏത് സെൻസിലാന്ന് അറിയാൻ എനിക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാ പറഞ്ഞ്, ഒരാൾ കരഞ്ഞുകൊണ്ടിരുന്നാലും അല്ലെങ്കിൽ ആരെങ്കിലും മടി കാണിച്ചാലും എല്ലാം എൻകറേജ് ചെയ്യുന്ന ഇവളാ. അപ്പൊ അങ്ങനെയുള്ളൊരു ഇത് ഉണ്ടാകുമ്പോഴത്തേക്കും അവള് എല്ലാ കാര്യത്തെക്കാളും അവൾ തന്നെയായിരിക്കും ബെസ്റ്റ്. പഠിത്തത്തെ കുറിച്ച് നിങ്ങൾ ഒരിക്കലും ബോധർ ചെയ്യേണ്ടത് ടീച്ചർ തന്നെ. വലിയ കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ. ഈ പേരൻസ് എപ്പോഴും നിങ്ങളെടുത്ത സ്റ്റെപ്പിനാണ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നത്. നിങ്ങൾ എഴുത്തെഴുതാൻ കാണിച്ചൊരു വിനയവും ഒരു താല്പര്യം, എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു ബാക്കി പത്രം എന്ന് തോന്നുന്നത് ശരിക്കും പേരൻസ് ശരിക്കും വളരെ സെൻസിറ്റീവ് ആയിരിക്കണം. അവരുടെ മക്കളുടെ കഴിവുകളിലും സെൻസിറ്റീവ് ആയിരിക്കണം, ടീച്ചേഴ്സിനോട് അപ്രോച്ച് ചെയ്യാൻ സെൻസിറ്റീവ് ആയിരിക്കണം. നിങ്ങളുടെ സ്റ്റെപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് അറിയിക്കാൻ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. മാർക്ക് നോട്ട് അറ്റ് ഓൾ ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്കത് അത്രയും, ദൈവം എല്ലാവർക്കും ഒരേപോലെ കഴിവ് കൊടുത്തിട്ടില്ല. ഇപ്പം ചിലരെ ദൈവം പാട്ട് പാടാനായിട്ട് ഒരുപാട് കഴിവ് കൊടുത്തിട്ടുണ്ട്, ചിലരെ ചിലപ്പം നല്ല സ്പോർട്സ്മാൻ ആയിട്ടായിരിക്കും കഴിവ് കൊടുത്തിരിക്കുന്നത്, ചിലർക്ക് നന്നായിട്ട് പഠിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പക്ഷേ നമ്മൾ നമ്മുടെ കുട്ടികളെ വിലയിരുത്തുന്നത് അവർ എത്ര മാർക്ക് വാങ്ങിച്ചു. ഞാൻ തന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു പേരൻ്റ് ഒരു ടീച്ചറിൻ്റെ അടുത്ത് കംപ്ലയിൻറ്റ് പറയുന്നത്, ടീച്ചറെ എൻ്റെ കൊച്ചു പഠിത്തത്തിൽ വളരെയധികം പുറകോട്ടായി, അവൻ 90-95 മാർക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം 80 മാർക്കേ അവന് കിട്ടുന്നുള്ളൂ, നിങ്ങൾ അവനെ ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനെ ഒരു രീതിയിലൊരു കംപ്ലയിൻറ്റ്. ഞാൻ പറഞ്ഞപ്പോൾ മാർക്ക് വാങ്ങിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുട്ടികളെ വിലയിരുത്തുന്ന ഒരു സംഭവം നല്ലതല്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഇപ്പം മറ്റൊരു കാര്യം പറഞ്ഞത്, കൊച്ചു തന്നെ വന്ന് ചെയ്യുന്നത്, അതിന് തന്നെ ഒരുപാട് സ്പർശിച്ചൊരു സംഭവമാണ്. പലപ്പോഴും നമ്മൾ ഫെയിലിയർ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കണം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അവരെയൊന്നും ഒരു ചേഞ്ച് ചെയ്ത് നമ്മൾ അവർക്ക് എന്താണ് അറിയാവുന്നത് അല്ലെങ്കിൽ അറിയാൻ പാടില്ലാത്ത, അതിൽ നിന്ന് നമ്മൾ അവരെ പഠിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമുക്ക് കൂടുതലും ചെയ്യാനുള്ളത്. അപ്പോൾ ഒരുപാട് പ്രഷറൈസ് ചെയ്യുമ്പോൾ ഈ കുഞ്ഞു മനസ്സിൽ എനിക്ക് തോന്നുന്നു ഇത്രയൊന്നും പ്രഷർ താങ്ങാൻ അവർക്ക് പറ്റത്തില്ല, പൊട്ടിപ്പോകത്തുള്ളൂ കുഞ്ഞുങ്ങൾ. പിന്നെ തമ്പുരാൻ അതിന് വേണ്ടിയിട്ടല്ല, പിന്നെ ഇവരിങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ ദൈവം. ഇപ്പോൾ റേച്ചോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ഇവിടെ തന്നെ ഇരുന്ന ഒരു അമ്മ പറഞ്ഞു പോയ സംഭവം ഞാൻ ഓർക്കുകയാണ്. എന്നോട് തന്നെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അച്ഛാ എൻ്റെ മക്കളാരും എഞ്ചിനീയറും ഡോക്ടറാകുമെന്ന് ഒന്നും പ്രാർത്ഥിക്കണ്ട, അവർക്ക് അത്രയും വലിയ കഴിവുകളൊന്നും പഠിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടെന്ന് എനിക്കറിയാം. പക്ഷേ അവർ ദൈവവിശ്വാസമുള്ള വിശുദ്ധരായ കുഞ്ഞുങ്ങളായി തരാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അവരുള്ള തൂപ്പുകാരോ അല്ലെങ്കിൽ വല്ല 3rd ഗ്രേഡ് ജോലിക്കാരായോ ഒരു കുഴപ്പമില്ല, ദൈവവിശ്വാസമുള്ള കുഞ്ഞുങ്ങളായി മാറാൻ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്ന്. എനിക്ക് അതുപോലെ തന്നെ പിന്നെ മക്കൾ പഠിക്കാൻ പറ്റാതിരുന്നപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം, എൻ്റെ വൈഫാണ് കൂടുതലും പറഞ്ഞു കൊടുത്തത് അവർക്ക്. നമ്മളിപ്പം കുർബാനയിൽ നമ്മുടെ ഈ പഠന കാര്യങ്ങൾ സമർപ്പിക്കുക. അപ്പം മക്കൾ അവളുടെ അടുത്ത് വളരെ പിന്നെ ദയനീയമായിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ ഞങ്ങൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് ഇത്രയൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ, അത്രേ പറ്റുന്നുള്ളൂ. അവസ്ഥയാണ്. അപ്പം പിന്നെ അമ്മ മകനോട് പറഞ്ഞു തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുർബാനയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ കുർബാനയിൽ സമർപ്പിക്കുക. നമ്മൾ കുർബാനയിൽ എന്താ സമർപ്പിക്കുന്നത്? നമ്മൾ ബ്രെഡ് ആൻഡ് വൈനാണ്. അത് സാധാരണ നമ്മുടെ സാധാരണ അപ്പവും വീഞ്ഞുമാണ്. പക്ഷെ അവിടെ കുർബാനയിൽ എന്താ സംഭവിക്കുന്നത്? ഇത് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഇത് ഈശോയുടെ തന്നെ ശരീരവും രക്തവുമായിട്ട് മാറുകയാണ്. അപ്പം നമ്മളുടെ ഈ കഴിവില്ലായ്മ അല്ലെങ്കിൽ നമുക്കിത് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ ഈ കുർബാനയിൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം അത് മനോഹരമായിട്ട് ഈ കുർബാനയിലൂടെ അത് മാറ്റിത്തരും. ട്രസ്റ്റ് കൊടുക്കുകയാണ്. അതെ, നമ്മൾ ദൈവം എന്താണോ നമ്മളെ മാറ്റാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിലേക്കുള്ള ഒരു രൂപാന്തരീകരണം നമുക്ക് കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ മക്കൾക്ക് കൊടുത്തുള്ള ഒരു പൊടിക്കൈയാണ്. ഒരു വലിയൊരു ലെസൺ തന്നെയാണ് കുഞ്ഞുങ്ങളെ കുർബാനയിൽ എല്ലാം അർപ്പിച്ചു പഠിപ്പിക്കുക, ബലിപീഠത്തിന്റെ ഒരു പവർ കുറഞ്ഞ് പഠിപ്പിക്കുക എന്നുള്ളത്. ഇതുപോലെ തന്നെയാണ്. ഇപ്പോൾ എന്തെങ്കിലും എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ടെസ്റ്റ് പേപ്പർ ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോകണമെന്ന് പറയും. അപ്പോൾ പ്രത്യേകം അന്ന് സ്പെഷ്യൽ പ്രെയർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പപ്പ അമ്മ പ്രാർത്ഥിച്ചേക്കണം എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചേക്കാന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ആ വിശ്വാസമുണ്ട്, പ്രാർത്ഥിച്ചിരിക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യാറുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാവൽ മാലാഖമാരെ ദൂത് വിടും. അതായത് സ്കൂളിൽ ചെന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും
കൊച്ചു പറയും പപ്പ ഇന്ന് എക്സാം ഉണ്ട്, അപ്പം എന്നെ ഒന്ന് കുരിശ് വരച്ച് വിടാൻ പറയും. അപ്പം നെറ്റിയിൽ കുരിശ് വരച്ചിട്ട് അവളെ കയറ്റി വിടും. അപ്പം പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും ഇന്ന് എക്സാം ഉണ്ട് പ്രാർത്ഥിച്ചേക്കണമെന്ന്. അപ്പം ഞങ്ങൾ രണ്ടുപേരും, ഞാൻ എൻ്റെ ഷോപ്പിലാണെങ്കിലും സീറ്റ പഠിപ്പിക്കുന്ന ഓഫീസിലാണെങ്കിലും അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തർക്കും കാവൽമാലാഖമാരെ തന്നിട്ടുണ്ടല്ലോ ദൂത് അയക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എൻ്റെ കാവൽമാലാഖയോട് ഞാൻ പറയും, കാവൽമാലാഖയെ എൻ്റെ കുഞ്ഞിൻ്റെ കാവൽമാലാഖയോടൊന്ന് ചെന്ന് പറഞ്ഞിട്ട് അവളെ ഒന്ന് ഇന്ന് എഴുതാനുള്ള എക്സാമിനുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണമെന്ന് പറയും. വണ്ടർഫുൾ. അത് നല്ലൊരു സംഭവമാണ്. ശരിക്കും ഇത് പലർക്കും അറിഞ്ഞുകൂടാത്തൊരു സംഭവമാണ്. സഭയിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധാത്മാക്കൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാവൽമാലാഖമാരെ കൊണ്ട് കമ്മ്യൂണിക്കേഷൻ നടത്തിക്കുക. അതായത് ഫോർ എക്സാമ്പിൾ, കുഞ്ഞുദാഹരണം പറഞ്ഞാൽ, എനിക്കിപ്പോൾ ഒരു പ്രത്യേക കാര്യം എൻ്റെ ഒരു അധികാരിയോട് ബോധിപ്പിച്ച് നടക്കാനുണ്ടെങ്കിൽ പലപ്പോൾ അയാൾ ഭയങ്കര ടഫ് ഫിഗർ ആയിരിക്കും. പലപ്പോൾ എനിക്ക് ഒരിക്കലും നടക്കില്ലെന്ന് ഉറപ്പുള്ള കാര്യമായിരിക്കും. അപ്പോൾ ആദ്യം നമ്മുടെ കാവൽമാലാഖയുടെ നമ്മുടെ അവസ്ഥ മുഴുവൻ പറഞ്ഞ് അങ്ങോട്ട് നേരത്തെ മുമ്പേ വിടുക. അവിടെ ചെന്ന് കാവൽമാലാഖ, എനിക്ക് അങ്ങനെ മനോഹരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ഇമിഗ്രേഷൻ ഓഫീസിൽ പോയിട്ട് എനിക്ക് ആദ്യം പോയപ്പോൾ ഭയങ്കര മോശമായ ഇത് കിട്ടി. അവിടെ പോയ ആർക്കും നല്ല ട്രീറ്റ് കിട്ടിയിട്ടില്ല. ആർക്കും നല്ല ട്രീറ്റ് കിട്ടിയിട്ടില്ല. ഞാൻ തിരിച്ച് വന്നിട്ട് ഞാനും അവരെ പറ്റി എന്ത് മോശം ആൾക്കാർ, ഇവരിങ്ങനെയൊക്കെയാണ് പൈസ പിടിച്ച് പെരുമാറുന്നത്, ഗവൺമെൻറ് ഓഫീഷ്യൽസില്ല, കുറേ മനസ്സ് ചീത്ത പിടിച്ചോണ്ടിരിക്കുക. അത് ആ ദിവസങ്ങളാണ് ഞാൻ ഈ സംഭവം വായിക്കുന്നത്. ഞാൻ ജസ്റ്റ് എക്സ്പെരിമെൻ്റൽ ബേസിൽ, ശരിക്കും എക്സ്പെരിമെൻറ്റ് തന്നെയായിരുന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്ന് കാവൽമാലാഖ സഹായവസ്ഥയോട് പറയുന്നതാണ്, ഇന്നെങ്കിലും എനിക്ക് കിട്ടണം, ഒന്ന് പോയി റെഡിയാക്കിയിട്ട് വാ. അവിടെ 3 ചേച്ചിമാരാണ് ഓഫീസിൽ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക്, ഞാനിപ്പോൾ ഉച്ചയ്ക്ക് 12 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്ന് മെട്രോയിൽ കയറി ഓടി അവിടെ ചെല്ലുക. കാരണം അവർ 1 മണിക്ക് റീ ഓപ്പൺ ചെയ്യുകയും അന്നേരത്തിന് ആദ്യം എൻ്റെ കാര്യം നടത്തണം. ഞാൻ അവിടെ ചെന്നപ്പോൾ ക്ഷീണിച്ച് വിശന്നൊക്കെ, ഭക്ഷണം പോലും കഴിച്ചില്ല. ശരിക്കും ഒത്തിരി ദൂരം പോകണമായിരുന്നു. അവിടെ ചെന്ന് 1:30 ചെന്നു. എന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പറഞ്ഞു നടക്കത്തില്ലെന്ന് പറഞ്ഞു ആദ്യം. വളരെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഐ എം എ പ്രീസ്റ്റ്. ഞാൻ പറഞ്ഞു ഞാൻ ഒത്തിരി ദൂരം വരികയാണ്, ഞാൻ ഭക്ഷണം പോലും കഴിക്കാൻ. ഞാൻ നിസ്സഹായാവസ്ഥ പറഞ്ഞു. അപ്പോൾ ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കാം, എൻ്റെ പൊന്ന് കാവൽമാലൊക്കെ നേരത്തെ പറഞ്ഞ് വിട്ടതല്ലേ, ഒന്ന് നടത്തിക്കൂടെ. പെട്ടെന്ന് അവിടെ മൊത്തം സിറ്റുവേഷൻ ചേഞ്ച് ആവാൻ തുടങ്ങി. അവർ പറയുന്നു അച്ഛൻ, അപ്പോൾ അവർക്ക് അച്ഛനാണെന്നറിയാം, ഞാൻ നല്ലൊരു അച്ഛനാണെന്നറിയാം അവർക്ക് നന്നായിട്ട്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് പരിഗണന കിട്ടാറില്ല ഒരിക്കലും. ഒത്തിരി അച്ഛന്മാരും സിസ്റ്റേഴ്സും കയറി ഇറങ്ങുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അപ്പോൾ ഇവരെന്നിട്ട് പറയും, അത് പറയാണ്, ഫാദർ വാ നമുക്ക് ഭക്ഷണം കഴിക്കാം, താഴെ പോയി ഭക്ഷണം കഴിക്കാതെ. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ടി പേപ്പറിൽ ശരിയാക്കുന്നത് വെച്ചാൽ മതി. എന്നാൽ അച്ഛൻ ഇരിക്കി, ഒരു കോഫി എങ്കിലും കുടിക്കി. എന്നിട്ട് അവരകത്ത് പോയി കോഫി എടുത്തുകൊണ്ട് തരുന്നു, ബിസ്ക്കറ്റ് തരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ തിരിച്ച് വന്നിട്ട് എൻ്റെ കൂടെയുള്ള അച്ഛന്മാരോടൊക്കെ പറയാം, വേണ്ട അതെ കാവൽമാലാഖ തകർത്തു, അവരൊക്കെ വായ പിടിച്ചിരിക്കും, ഇതെങ്ങനെ സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ ആർക്കും ട്രീറ്റ് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഈ കുറേ ഒത്തിരി രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് അത് എഫക്റ്റീവ് ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ അവൾ തന്നെ ഒരു ഷെയർ ചെയ്തൊരു കാര്യമാണ്, അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിലെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാറുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരുടെ അമ്മമാർ അടിച്ചാ പഠിപ്പിക്കുന്നത്. അമ്മ എന്നെ അടിക്കാത്ത, അല്ല അമ്മ എന്നെ അടിക്കാത്ത, അവർക്ക് ഒരു എക്സൈറ്റ്മെന്റ് എന്തുകൊണ്ട്. അപ്പം ഞാൻ പറഞ്ഞു അത് അടിക്കേണ്ട കാര്യമില്ല മോനെ പഠിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ അടിക്കുന്നത്. അപ്പൊ തമാശക്ക് കളിക്ക് ഞാൻ അടിച്ചു പഠിപ്പിക്കും. കാരണം അടിച്ചു പഠിപ്പിക്കാത്ത സങ്കടം വേണ്ട, അല്ല ആ അത്രയ്ക്കും അവൾ എൻജോയ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ അത് എല്ലായിടത്തും സാധ്യമാണ്. പക്ഷെ അടിച്ചു പഠിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ മുറിവുകൾ ഉണ്ടാക്കുന്നത് മാത്രമേ ഉള്ളൂ. അതെ അതെ. പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അപ്പന്മാരെന്നുള്ള നിലയിൽ അപ്പൻ മക്കളെ പഠിപ്പിക്കുമ്പോൾ ഫെയിലിയർ ആവുന്നതിന് എനിക്ക് തോന്നിയ ഒരു കാരണം എന്ന് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോൾ അവർ എൻ്റെ ഭാഗത്തുനിന്ന് മാത്സോ അല്ലെങ്കിൽ ബയോളജിയോ ഇതൊന്നും അല്ല അവർ കേൾക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവരെന്നോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന ഇതൊന്നുമില്ല. അവർക്ക് അപ്പൻ എന്നുള്ള നിലയിൽ എന്നോട് മറ്റു കാര്യങ്ങളാണ് സംസാരിക്കാനുള്ളത്. അപ്പം നമ്മളത് അതിനെ റെസിസ്റ്റ് ചെയ്തുകൊണ്ട് വേണം ഞാനിത് പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ അവിടെ എനിക്കതാണ് ഞാൻ ടെറിബിളി ഫെയിൽഡ് എന്ന് പറഞ്ഞൊരു സംഭവം. ഞാൻ പറയുന്ന കാര്യങ്ങൾ അവർ കേൾക്കുന്നില്ല. ഞാൻ ചോദിക്കുമ്പോഴും അവരുടെ മനസ്സിൽ കൂടെ പോകുന്ന മറ്റു കാര്യങ്ങളാണ് അവരോട് തിരിച്ചു ചോദിക്കുന്നത്. ഞാൻ അതിനകത്ത് ഒരു മാറ്റം വരുത്താൻ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. എനിക്ക് തോന്നിയ ഒരു പ്രചോദനം അനുസരിച്ച് ഞാൻ ചെയ്തു സക്സസ്ഫുൾ ആയ ഒരു സംഭവമുണ്ട്. ഞാനൊരു കുറച്ച് ത്യാഗം എടുത്ത് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഞാൻ അതിന് ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ വൈകിട്ടത്തെ സന്ധ്യ നമസ്കാരം അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഒരു 21 ദിവസം ഞാൻ ഉപവാസം എടുത്ത് പിന്നെ മുട്ടുമേ നിന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ 2 കാര്യങ്ങളാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ഒന്ന്, വൈകുന്നേരം ഭക്ഷണം സ്കിപ്പ് ചെയ്യുക. ജോലി കഴിഞ്ഞ് വന്നിട്ട് ഭക്ഷണം സ്കിപ്പ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം വൈകുന്നേരം വരുമ്പം അമ്മ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി നല്ല രുചിയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ എല്ലാ ഉപവാസത്തിനുള്ള എല്ലാ ഇതുമ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ത്യാഗം എടുത്തത് തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ രണ്ടാമത്തെ കാര്യം, മുട്ടുകുത്തുക എന്ന് പറയാൻ, മുട്ടുകുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ലോകത്തില്ലാത്ത പ്രശ്നങ്ങളൊക്കെ വരും. കാരണം എന്ന് കഴിഞ്ഞാൽ മുട്ട് വരയ്ക്കാൻ തുടങ്ങും, കൈകളൊക്കെ വരയ്ക്കാൻ തുടങ്ങും, നടുവ് വളയാൻ തുടങ്ങും. അപ്പോൾ ഈ 2 കാര്യങ്ങളിൽ ഞാൻ ത്യാഗം എടുത്തു. ഒരു 21 ദിവസം ഞാൻ മക്കളുടെ പഠനം എൻ്റെ മുമ്പിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ത്യാഗം ഞാൻ എടുത്തു, ഞാനത് ചെയ്തു. പക്ഷേ ഇതിൽ നിന്നുണ്ടായ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പഠിപ്പിച്ചിട്ട് പിള്ളേർ ജയിച്ചിട്ടില്ല, അല്ലെങ്കിൽ അവർ ചേഞ്ച് വന്നിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മോനെ എല്ലാ സബ്ജക്റ്റിനും ജയിച്ചു.
That's great. ഇത് ശരിക്ക് അതെൻ്റെ മകന് അവർ കാണുന്നുണ്ട്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, പപ്പ സാരമില്ല പപ്പ, ഇന്നൊരു ദിവസം പപ്പ മുട്ടുകുത്തി അവർ തിരിച്ചു പറയാൻ നിൽക്കില്ല, അല്ലെങ്കിൽ ഇന്നൊരു ദിവസം ഭക്ഷണം കഴിച്ചു പപ്പ, ഭക്ഷണം കഴിക്കാതിരിക്കില്ല, വൈകുന്നേരം ഭക്ഷണം കഴിക്കാതിരുന്നത് ശരിയാവത്തില്ല. അപ്പോൾ അവർ കാണുവാണ്. അപ്പം ഞാൻ അവൻ പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോഴത്തേനും അവൻ തന്നെ പറയുന്നുണ്ട്, ഉണ്ട് പപ്പ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ വിഷയം നേരത്തെ തന്നെ ഒരു സബ്ജക്റ്റെങ്കിലും ഇത്ര കുറവെങ്കിലും മാർക്ക് കിട്ടുന്ന എല്ലാ സബ്ജക്റ്റിനും അവൻ ജയിച്ചു എന്നുള്ളതാണ്. ഞാൻ ശരിക്കും തിരിച്ചാ പ്രതീക്ഷ. ഞാൻ അങ്ങാനും മോനെങ്കിൽ പറഞ്ഞാൽ പപ്പ അതിന് മുട്ടുതന്നെ എഴുതേക്കണ്ട, അവിടെ തന്നെ ഇന്നോളാം പറഞ്ഞത്. കാരണം ഞാനിത് റേച്ചറിനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ശരിക്കും ഒരു അപ്പൻ്റെ റോളിനെ പറ്റി ആലോചിക്കാനേ പഠിപ്പില്ലേ. ഞാൻ മോസസിനെ പറ്റി ഓർത്തത്, മോശനെ പറ്റി. നമ്മൾ പുറപ്പാട് പുസ്തകത്തിലൊക്കെ വായിക്കുന്നുണ്ട്, ഹെബ്രായക്കാർ ഇവർ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക്, ഇസ്രായേൽക്കാർ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക് മോശ കൈവിരിച്ച് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എനിക്ക് പഠനമൊക്കെ ഒരു യുദ്ധം തന്നെയാണല്ലോ. ഇപ്പോൾ വലിയ യുദ്ധകോലാഹലങ്ങളുടെ നടുവിലാണല്ലോ പിള്ളേർ പഠിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴൊക്കെ മോശ കൈതാത്തിയോ അന്നേരമൊക്കെ ഇവർ തോറ്റുപോയി. അവസാനം വാടകയ്ക്ക് ആളെ നിർത്തിയാണ്, 2 ചെറുപ്പക്കാരെ നിർത്തിയാണ് കൈതാക്കി പിടിച്ചോണ്ടിരുന്നത്. എനിക്ക് അപ്പൻ്റെ ഏറ്റവും വലിയ വിളി ഇത് തന്നെ തോന്നുന്നു. വടിയെടുക്കലും പേടിപ്പിക്കലും ഇടിക്കലും തൊഴിക്കലും ഒക്കെ അല്ലാതെ അപ്പനൊക്കെ ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ തന്നെ മക്കളുടെ പഠന മേഖലയിലുള്ള പകുതി അന്ധകാരം ഒഴിഞ്ഞു പോകുന്ന ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ തന്നെ അച്ഛൻ ഇപ്പം പറഞ്ഞപ്പോൾ തോറ്റുപോയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു, ചിലപ്പോൾ തോക്കാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. കാരണം 0 കിട്ടുന്ന അവസ്ഥയും ചിലപ്പോഴുണ്ടാവും നമ്മൾ സഹായിക്കാത്ത സമയത്ത്. അപ്പം വിഷമിച്ച ആ സമയത്ത് ചിലപ്പോൾ സർപ്രൈസ് എന്ന് പറഞ്ഞായിരിക്കും വരുന്നത്, അന്ന് ഫുൾ മാർക്കായിരിക്കും. അപ്പം ചിലപ്പം ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ വരുമ്പോഴേ അറിയാം മാർക്ക് കുറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ നോക്കുമ്പോൾ ചിലപ്പോൾ 0 മാർക്കാണ് വരുന്നത്. സാരമില്ല മോനെ അടുത്ത പ്രാവശ്യം. അപ്പോൾ അമ്മ എന്നെ വഴക്ക് പറയുന്നില്ലേ, അപ്പം പപ്പ വഴക്ക് പറയോ? അപ്പോൾ ഞാൻ പപ്പേനെ കാണിക്കാൻ പറയുമ്പോൾ പപ്പാനെ കാണിക്കുമ്പോഴും സാരമില്ല കേട്ടോ അടുത്ത പ്രാവശ്യം. അപ്പോൾ അവർ തന്നെ ഇമ്പ്രൂവ്മെന്റ് നടത്തും. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി പണിഷ്മെന്റ് കൊടുക്കുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി കുഞ്ഞുങ്ങൾ അത് തകർത്ത് കൊടുക്കും. അതുപോലെ തന്നെ എനിക്ക് വേറൊരു അനുഭവം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ മക്കളുടെ പഠനത്തിന് വേണ്ടിയിട്ട് നമ്മൾ അവരുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ, മോന് പരീക്ഷയാണ്. അപ്പം മോന് പരീക്ഷയാണ്. അപ്പം അവൻ്റെ കൂടെ ഇരിക്കുക എന്നുള്ളത് നമുക്ക് അത്യാവശ്യമുള്ളൊരു സംഭവമാണ്. അപ്പം നമുക്ക് ഇങ്ങോട്ട് പോരേണ്ട ഒരു സമയത്ത് നമ്മൾ ആരാധനയ്ക്ക് പോയിരിക്കണമെന്ന് വൈഫിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആരാധനയ്ക്ക് പോയി ഇരുന്നിട്ട് വേണം വരാനുള്ളത്. അപ്പം മകൻ്റെ അടുത്തിരിക്കണോ, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഇരിക്കണോ, അതോ നമുക്ക് ദിവ്യാനത്തിന് മുമ്പിൽ പോയിരിക്കണോ? അപ്പോൾ ഒരു ഭയങ്കര ഒരു കോൺഫ്ലിക്റ്റ് ആയി. അപ്പം നമ്മൾ അതിനകത്ത് മകൻ്റെ കൂടെ ഇരിക്കാന്ന് തന്നെ തീരുമാനിച്ചു. അപ്പോൾ സോഫി എന്നോട് പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, മകൻ്റെ കൂടെ ഞാനിപ്പോൾ ഓഫീസിലായിരുന്നു, മകൻ്റെ കൂടെ ഇരുന്നപ്പോൾ അവൾക്ക് ഫീൽ ചെയ്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ ടേബിളിൻ്റെ മുകളിൽ ദിവ്യകാരുണ്യ ഈശോ അവിടെ, നമ്മൾ ആ പള്ളിയിൽ കാണുന്ന പോലെ തന്നെ അരളിക്കയിൽ ഇങ്ങനെ ദിവ്യകാരുണ്യ ഈശോ അവിടെ ഇരിക്കുന്ന രീതിയിൽ ഉള്ള ഒരു അനുഭവത്തിലേക്ക് സോഫി വന്നതായിട്ട് സോഫി എന്നോട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ദിവ്യകാരുണ്യ ഈശോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അവൾ കണ്ട അതേ സ്ഥലത്ത് അപ്പം മോൾ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കൈ വെച്ച് ഇങ്ങനെ തൊട്ട് മുത്തി. അപ്പോൾ അവൾ പറഞ്ഞ അവൾ ദിവ്യകാരുണ്യ ഈശോ എവിടെയാണ് കണ്ടത് അവിടെ ഇങ്ങനെ തൊട്ട് ഇവള് മുത്തിയതായിട്ടുള്ളൊരു അനുഭവം. അപ്പം ഇതിൽ നമുക്ക് കിട്ടിയൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ തമ്പുരാന് മുമ്പിൽ നമ്മൾ മക്കൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു സംഭവം അത് ദൈവം കാണുന്നുണ്ട്. ഉറപ്പായിട്ടും അത് തീർച്ചയായിട്ടും ദൈവം അതിലൂടെ നമ്മളെ അനുഗ്രഹിക്കുന്നുണ്ടെന്നുള്ള ഒരു ശരിക്കും ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾക്കുള്ള വലിയൊരു സുവിശേഷമാണ്. മക്കളെ പഠിപ്പിച്ചിട്ടും അവർക്ക് വേണ്ടി കുറെ കൊടുത്തിട്ടൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്കുള്ള വലിയൊരു സുവിശേഷമാണ്. കർത്താവ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് തഴുകലും തലോടലുമായിട്ട് നിങ്ങളുടെ പറ്റത്തന്നെ എത്തിക്കോളും. അത് കാര്യത്തിൽ നിങ്ങൾ ഒട്ടും മക്കളുടെ പഠന കാര്യത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിരാശപ്പെടരുതെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ സിരിച്ചേച്ചി പറഞ്ഞ ഈ ഒരു പോയിന്റ് പറഞ്ഞിട്ട് നിർത്താമെന്ന് വിചാരിക്കുന്നു. നമുക്ക് സമയപരിമിതി മൂലം ഈ തോൽക്കാൻ പിള്ളേരെ പഠിപ്പിക്കുക, അവർ തോക്കട്ടെ. ഈ ഒരു മാതാപിതാക്കളെ ദയവ് ചെയ്ത് മക്കളെ ഒന്ന് തോൽക്കാനുള്ള ആർട്ട് പഠിപ്പിക്കുന്നത്. ആർട്ട് ഓഫ് ഫെയിലിയർ നമ്മളെല്ലായിടത്തും ആർട്ട് ഓഫ് സക്സസ് അല്ല പഠിപ്പിക്കുന്നത്. ഇടയ്ക്ക് പിള്ളേർ തോക്കാൻ പഠിക്കട്ടെ. അല്ലെങ്കിൽ വലുതായി കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ചെറിയ നിരാശ പോലും താങ്ങാൻ പറ്റത്തില്ല. പലപ്പോഴും മരണങ്ങളും ആത്മഹത്യകളും പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒട്ടും പ്രഷർ താങ്ങാൻ പറ്റാണ്ട് പൊട്ടിപ്പോകുന്ന. അതുകൊണ്ട് നമ്മുടെ പിള്ളേരെ ദയവ് ചെയ്ത് ഈ ചെറിയ പ്രായത്തിൽ പഠനം പ്രധാനപ്പെട്ടതാണ്, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതല്ല. അത് ഉറച്ച് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. പഠനം പ്രധാനപ്പെട്ടതാണ്, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടതല്ല. അതിനേക്കാളും മേളിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ ബാല്യത്തിൽ അവർക്ക് കിട്ടേണ്ടതുണ്ട്, അവർ കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും മക്കൾ പഠിക്കാൻ വേണ്ടി തന്നെയുള്ള നല്ല മെത്തേഡ്സ് അവർ പറഞ്ഞു തന്നെ. പക്ഷേ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെ പറയുന്നു, പഠനമല്ല ഏറ്റവും പ്രധാനപ്പെട്ട്, അതിന് മേളിൽ ദൈവവും മറ്റു പല കാര്യങ്ങളുണ്ട്. നമുക്കൊന്ന് ചേർന്ന് മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് അല്പം കൂടി കരുതലോടും ഒരു ഊഷ്മളതയോടും ചേർത്ത് പിടിച്ച് ഒന്ന് പ്രാർത്ഥിക്കുക. ഈ നിമിഷം നമ്മുടെ കുഞ്ഞു മക്കളെയൊക്കെ ഒന്ന് സ്നേഹപൂർവ്വം തലോടിക്കുക. അവരുടെ തലമുറ സ്നേഹപൂർവ്വം അവരൊന്ന് ചേർത്ത് പിടിച്ച് ഇന്ന് വാരിപ്പുണർന്നേ. കർത്താവേ, നീ നൽകി മക്കളെ ഓർത്ത് നന്ദി പറയുന്നു. ഇവർക്ക് കൊടുത്ത എല്ലാ കഴിവുകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് നീ ഇവർക്ക് പഠിക്കാനായിട്ട് കൊടുത്ത എല്ലാ വരദാനങ്ങളും നന്ദി പറയുന്നു. ഈ നിമിഷം ഞങ്ങൾ പരിശുദ്ധാത്മാവിന് വലിയ വരവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒന്നും അറിയാൻ മേലാതിരുന്ന മണ്ടന്മാരായിരുന്ന അപ്പോസ്തലന്മാരെ വലിയ ബുദ്ധിമാന്മാരും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തരാക്കിയ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. നീ നൽകിയ വലിയ നിധിയെ മറ്റു പല കാര്യങ്ങളും ഇതിനേക്കാൾ പ്രാധാന്യമുണ്ടെന്നും ഏറ്റവും പ്രാധാന്യം ദൈവമാണെന്നും പറഞ്ഞു പഠിപ്പിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ആ വെളിവ് ഞങ്ങൾക്ക് തരണമേ. ബോധജ്ഞാനത്തിന് സിംഹാസനമായ പരിശുദ്ധ അമ്മേ,
വിവേകത്തിന് നിറകുടമായ പരിശുദ്ധ അമ്മേ, അറിവിൻ്റെ പൂർണ്ണതയായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ച് ഇതിൻ്റെ നീലക്കാപ്പയ്ക്കുള്ളിൽ നിർത്തി എല്ലാ മുറിവുകളും തഴുകി ഉണക്കി ഇവരെ വിശുദ്ധിയിൽ വളർത്താനായിട്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നമുക്കൊന്ന് ചേർന്ന് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മധുര